ക്യാമറയുള്ള കണ്ണടയുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചയാൾ പിടിയിലായി. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ആണ് പിടിയിലായത്. ക്ഷേത്രത്തിനകത്ത് സുരക്ഷാ ജീവനക്കാർ കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കാണുകയായിരുന്നു. സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസെടുത്തു. ക്ഷേത്രത്തിന് ഉൾഭാഗത്തെ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു എന്നാണ് വിവരം. ഗൂഗിൾ സ്മാർട്ട് ഗ്ലാസ് ആണ് ഇയാൾ ഉപയോഗിച്ചത്. ശ്രീകോവിലിന്റെ ഭാഗത്ത് വെച്ചാണ് ക്ഷേത്രം ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ കൂടി ഡ്രോൺ പറത്തിയത് വിവാദമായിരുന്നു. ആ ഡ്രോൺ പറത്തിയതിന് പിന്നിലുള്ള വ്യക്തി ആരാണ് എന്നറിയാനുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത്തരത്തിൽ വളരെയധികം സംരക്ഷിത മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ കൂടി ഡ്രോൺ പറക്കാൻ പാടില്ല എന്നതാണ്. അവിടെ നിരോധിത മേഖലയാണ്. അവിടെ കൂടി ഡ്രോൺ പറത്തിയതിന്റെ ഉദ്ദേശം ശരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വീക്ഷിക്കാൻ ആയിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇത്രയധികം സമ്പത്തുള്ള ഒരു ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളിലൂടെ എന്തെങ്കിലും അപകടങ്ങൾ വരുത്താനുള്ളതായിരിക്കും എന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വരുന്ന നിഗമനങ്ങൾ. ഇന്നത്തെ സംഭവവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അധികൃതർ കണക്കാക്കുന്നത്. കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിലൊരു ഗൂഗിൾ സ്മാർട്ട് ഗ്ലാസ് വെച്ചിട്ട് കടക്കേണ്ട ആവശ്യം എന്താണ്? പത്മനാഭനെ കാണുക, ഭക്തിപുരസ്വരം തൊഴുക, വേണ്ട വഴിപാടുകൾ ചെയ്യുക, പോവുക എന്നതിൽ ഉപരിയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അത് പുറം ലോകത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വ്യക്തിയിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ണട വെച്ച് ക്ഷേത്രത്തിനകത്ത്, ക്യാമറ ഉള്ള കണ്ണട വെച്ച് ക്ഷേത്രത്തിനകത്ത് വന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്നുള്ളത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അതീവ സുരക്ഷാ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസിന് ഈ തകരാർ അറിയുമായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ 13 പവൻ സ്വർണ്ണക്കെട്ടി കാണാതായപ്പോഴാണ് പ്രശ്നം പുറത്തുവന്നത്. കാണാതായ വടി സ്ട്രോങ് റൂമിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഒരു തുണിസഞ്ചിയിൽ കൊണ്ടുപോകുന്നതിനിടെ അപ്രത്യക്ഷമായതായിരുന്നു റിപ്പോർട്ട്. പിന്നീട് ക്ഷേത്രത്തിന്റെ വടക്കേ കവാടത്തിന് സമീപം മണ്ണിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കിഴക്കേ കവാടവും ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദേശവും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി ക്യാമറകൾ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു ആന്തരിക പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപം സ്ഥാപിച്ചിരുന്ന ക്യാമറകളും പ്രവർത്തനരഹിതമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. പരിസരത്ത് 24 മണിക്കൂറും നിരീക്ഷണം നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കൂടാതെ ക്യാമറകളുടെ തകരാറ് പ്രോട്ടോകോളിലെ ഗുരുതരമായ വീഴ്ച കണക്കാക്കപ്പെട്ടു. ക്യാമറ അറ്റകുറ്റപ്പണികൾക്ക് ഉത്തരവാദികളായ സ്വകാര്യ കരാറുകാരനെ അറിയിച്ചു എങ്കിലും അറ്റകുറ്റപ്പണികൾ വേണ്ട സമയത്ത് നടത്തിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി. അത് തന്നെയുമല്ല, ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 108 ദിവ്യദേശങ്ങൾ എന്നാണ് അന്ന് ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത്. തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങൾ 108 വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. എന്തായാലും കേരളത്തിലുള്ള ഭക്തരാകട്ടെ, അത് തന്നെയല്ല ഓരോ മലയാളിയുമാകട്ടെ, അതുപോലെ തന്നെ ക്ഷേത്ര അധികാരികളുമെല്ലാം ക്ഷേത്രത്തിന്റെ സുരക്ഷയിൽ എപ്പോഴും ശ്രദ്ധാലുക്കളാണ്. പക്ഷേ ആ സുരക്ഷയിൽ ശ്രദ്ധാലുക്കളായിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയിൽ കൂടുതൽ ആശങ്ക ഉളവാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.